Hello. Good afternoon. Good afternoon, ma'am. Good afternoon. Wait ചെയ്യണേ, സ്ക്രീൻ പ്രസന്റ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്ക്രീൻ കാണാനല്ലോ നിങ്ങള്? കാണണ്ടോ? ഇല്ലല്ലോ? കാണാൻ വഴിയില്ല. അതെ, ഒരു സമയം എടുക്കും അതൊന്ന് ലോഡായി വരാനായിട്ട്. ഇപ്പൊ തന്നെ വരുവേ, 2-3 മിനിറ്റ് എടുക്കും. ചിലപ്പോഴേക്കൊന്ന് ഓപ്പൺ ആക്കിയതാ, വെറുതെ സമയം പോണ്ടല്ലോ എന്ന് വിചാരിച്ചു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതാട്ടോ നമ്മുടെ ചാപ്റ്റർ ഒക്കെ എടുത്ത് ഒരുങ്ങിക്കോ. ശരിയാക്കട്ടെ ഒന്ന്. കേട്ടോ, ശരിയായിരുന്നു. പോയിട്ടുണ്ട്, ശരിയാ. So we were learning about performance management. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ദ മെയിൻ ഒബ്ജക്റ്റീവ്, അതൊന്ന് ലോഡ് ആവട്ടെ. അത് ഇൻ ബിറ്റ്വീൻ ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് എടുക്കും ലോഡായി വരാനായിട്ട്. പ്രസന്റ് ചെയ്യുന്ന സ്ക്രീനെ അത് വരട്ടെ, അപ്പോഴേക്കുമ്പോഴത്തെ നമ്മുടെ സമയം പോവുകയാണ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ്. എന്താണ് പെർഫോമൻസ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ടു അറ്റൈൻ ദ ഒപ്റ്റിമം ഓർ മാക്സിമം റിസൾട്ട് ഓർ മാക്സിമം ഔട്ട്കം ഓഫ് എൻ ഓർഗനൈസേഷൻ. ദ organization as a system and also subsystem have to work together to make sure that the organization is working together with its system and subsystems and to obtain a maximum output or result. It is the main objective of performance management. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരുടെയും, അതായത് ഓർഗനൈസേഷൻ മൊത്തത്തില്, അതൊരു സിസ്റ്റം ആയിക്കോട്ടെ, അതിന്റെ സബ്സിസ്റ്റംസ് ആയിക്കോട്ടെ, അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ എംപ്ലോയീസിന്റെയും എല്ലാ പെർഫോമൻസുകളെയും എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. അങ്ങനെ ഓർഗനൈസേഷന്റെ ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട്, ഒരു നല്ല ഔട്ട്കം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത് അല്ലെ? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഉദ്ദേശം അതാണ്, ലക്ഷ്യം അതാണ്. ഓക്കെ, ആൻഡ് പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നാമത്തേത് to enable the employees towards achievement of superior standards of work performance. ഓരോ എംപ്ലോയീസിന്റെയും അവന്റെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുണ്ട്. നന്നായി അവരെ നന്നായി വീക്ഷിച്ചാൽ, അവരെ ഒബ്സർവ് ചെയ്താൽ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ പെർഫോമൻസുകളെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ബെസ്റ്റ് അവരെ നമ്മൾ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ ഓരോ എംപ്ലോയീസിൽ നിന്നും എന്ത് നിലവാരമാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, നഴ്സസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആയിക്കോട്ടെ, അവരിൽ നിന്ന് ഓർഗനൈസേഷൻ ഇത്ര സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്.
പെർഫോമൻസിന്റെ കാര്യത്തില് ഒരു പെർഫോമൻസ് ഈ ഒരു നിലവാരത്തിലായിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്താലേ മതിയാകുള്ളൂ. സോ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ്, ഓരോ എംപ്ലോയീസിന്റെയും ആ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു ലക്ഷ്യമാണ്. അപ്പൊ നമ്മൾ 2-3 പോയിന്റ് പറഞ്ഞതാണ് കേട്ടോ. ടു ഹെൽപ്പ് എംപ്ലോയീസ് റെക്കഗ്നൈസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ, അവർ ചെയ്യുന്ന ജോലിക്ക്, അവർ പെർഫോം ചെയ്യുന്ന ജോബിന് എത്രത്തോളം സ്കില്ലും നോളജും വേണം, അതനുസരിച്ച് നമ്മൾ എന്താ പറയാ അതിൽ ഫോക്കസ്ഡ് ആകണം എന്നുള്ളത് എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് പെർഫോമൻസ് മാനേജ് ചെയ്തേ മതിയാകും. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി, അത് ടീച്ചറിന്റെ ആയിക്കോട്ടെ ഏത് ജോലിയാണോ, അതിന് എനിക്ക് ഇത്ര സ്കിൽ ആൻഡ് നോളജ് ആവശ്യമുണ്ട്. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജില് എംപ്ലോയീസിനെ കൂടുതൽ റിയലൈസിങ് ആക്കാൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കാനായിട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ ഡു ദെയർ ടാസ്ക് ഇൻ റൈറ്റ് വേ ആൻഡ് അറ്റ് റൈറ്റ് ടൈം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് എന്ത് പറ്റും? ഓരോ എംപ്ലോയീസിനും അവരെപ്പോഴും നിരീക്ഷണത്തിലാണ്, നമ്മളെപ്പോഴും സൂപ്പർവിഷനിലാണ്, നമ്മുടെ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ എല്ലാവരും മാനേജ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിങ്കിങ് മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായും എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവര് കൃത്യമായി ആ ടാസ്കുകൾ ചെയ്യാൻ കൃത്യമായ രീതിയിൽ ചെയ്യാനും ഒക്കെ പറ്റും. അത് അവരുടെ നോളജും സ്കില്ലും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. മനസ്സിലായി? അതും മറ്റൊരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. Next one, enhancing the performance of employees by encouraging employee empowerment motivation. അത് എംപ്ലോയീസിനെ കൂടുതൽ എൻകറേജ് ചെയ്ത് അവർക്ക് അവരുടെ മോട്ടിവേഷൻ കുറച്ചുകൂടി ശക്തപ്പെടുത്തി അവരെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് മോട്ടിവേഷൻസ് ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ആയിട്ട്, അത് പണസംബന്ധമായിട്ടുള്ളതോ അല്ലാതെയോ രീതിയിലുള്ള മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് കണ്ടോ, ഒരു റിവാർഡ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ് ഒക്കെ കൊടുത്ത് അത് നല്ല പെർഫോമൻസ് ചെയ്യുന്നവർക്ക് നല്ല ഒരു കുറച്ചുകൂടി മറ്റുള്ള എംപ്ലോയീസിൽ നിന്നും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡുകൾ അല്ലെ, മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ആൻ എൻകറേജ്മെന്റ് ഫോർ ദ അതർ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ അത് ആ എംപ്ലോയിക്കും മറ്റ് എംപ്ലോയീസിനും എന്തായിരിക്കും? ഒരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു എൻകറേജ്മെന്റ്, പ്രോത്സാഹനം. അവനത് അല്ലെങ്കിൽ അവളത് അത്രയും കൂടുതൽ പെർഫോം ചെയ്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ റിവാർഡ് കിട്ടിയത്. ആ ഒരു ചിന്ത മറ്റുള്ളവർക്കും അതോടൊപ്പം തന്നെ അതേ എംപ്ലോയിക്കും, അപ്പൊ എനിക്ക് ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ബെറ്റർ പെർഫോമൻസ് എന്താ പറയാ ചെയ്യാൻ പറ്റും എന്ന് ആ എംപ്ലോയിക്കും തോന്നും. ആ റിവാർഡ് കിട്ടി കഴിയുമ്പോൾ അല്ലെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാൾ കൂടുതൽ നന്നായി എന്ത് ചെയ്യും, എന്റെ ജോബ് ഞാൻ പെർഫോം ചെയ്യും. ആ ഒരു അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഓരോ എംപ്ലോയീസിന്റെയും ജോബിനെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ, എൻഹാൻസ് ചെയ്യിപ്പിക്കാനും പെർഫോമൻസ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലി പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർവൈസർമാർ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഓർ ക്ലാരിഫൈ ദെയർ എക്സ്പെക്ടേഷൻസ്. ഇന്ന എംപ്ലോയീസിൽ നിന്ന് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ ജോലിയുടെ ഏത് റിസൾട്ട് ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ക്ലാരിഫൈ ചെയ്യുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ പോരാ, നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇതനുസരിച്ച് എന്ത് ചെയ്യും? അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും ബെറ്റർ റിസൾട്ട്സ് കൊണ്ടുവരാനും സാധിക്കും. അതും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. കാണാൻ പറ്റുന്നില്ലല്ലോ? നമ്മൾ അടുത്ത പോയിന്റ് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഞാനൊന്ന് ആളെ വിളിച്ചിട്ട് ടെക്നിക്കൽ ആളുകൾ തന്നെ വരണം, നമ്മൾക്ക് ശരിയാവുന്നില്ല. ഇനി മറ്റൊരു പോയിന്റ്, ഐഡന്റിഫൈയിങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ്. ഇനി ഇവരുടെ പെർഫോമൻസിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് നമ്മൾ പറഞ്ഞാന്ന് തോന്നുന്നു അല്ലെ, പറഞ്ഞതാണല്ലോ അല്ലെ. ഞാൻ 4 പോയിന്റ് പറഞ്ഞോളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മ വരുന്നത്. എന്തെങ്കിലും അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റുക. അപ്പൊ പെർഫോമൻസ് മാനേജ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഏത് രീതിയിൽ ജോലി ചെയ്യുന്നു അത് സൂപ്പർവിഷൻ നടത്തുക. എല്ലാ ദിവസവും ഒന്നും സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിലും വൺസ് ഇൻ എന്താ പറയാ 2 days അല്ലെങ്കിൽ 2 or thrice in a week അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ വന്ന് അവരുടെ ജോലിയും അവരുടെ പെർഫോമൻസ് ലെവലൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പൊ പരിശോധിക്കുമ്പോൾ they can understand if there are some barriers which hinder their performance. അവരുടെ ജോലിക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും അത് ഓവർകം ചെയ്യുക. അത്തരം ബാരിയേഴ്സിനൊക്കെ കൃത്യമായ മോണിറ്ററിംഗിലൂടെ കോച്ചിങ്ങിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുക, അത് ഇല്ലാതാക്കുക. അപ്പൊ അത്
അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും പെർഫോമൻസ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, മറ്റ് പലതരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, പല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത് നല്ലതാണ്. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ പെർഫോമൻസ് നോക്കിയിട്ട് ആയിരിക്കും ചിലർക്ക് പേയ്മെന്റ് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ പ്രൊമോഷൻസ് കൊടുക്കണം, പെർഫോമൻസ് നോക്കി പ്രൊമോഷൻസ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കാനും പെർഫോമൻസ് മാനേജ് ചെയ്താലേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ പ്രൊമോഷണൽ പേഴ്സണൽ ഗ്രോത്ത്, ഈ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിലൂടെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന്റെ പെർഫോമൻസിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. സോ there will be a personal growth in the employees. തീർച്ചയായിട്ടും എന്റെ പെർഫോമൻസിനെ ഓരോ സമയാസമയങ്ങളിൽ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ എനിക്ക് വ്യക്തിപരമായ വളർച്ചയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്റെ പെർഫോമൻസ് വിലയിരുത്തി, അപ്പൊ കണ്ടെത്തിയ കാര്യം നമ്മളോട് ക്ലാരിഫൈ ചെയ്തു, ഇന്ന ലിമിറ്റേഷൻ ഉണ്ട്, ഇന്ന പോരായ്മയുണ്ട്, അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ വി വിൽ ബി ഓക്കെ അല്ലെങ്കിൽ വിൽ ബി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പോരായ്മകളെ നീക്കം ചെയ്ത് വി വിൽ ഗോ അഹെഡ്, അല്ലെ, നമ്മൾ മുന്നോട്ട് നീങ്ങും. സോ അപ്പൊ എന്ത് ചെയ്യും, എംപ്ലോയീസിന്റെ കരിയറും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്പ് ആകും. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യും, ഓർഗനൈസേഷനും വളർച്ച ഉണ്ടാകും. ഓക്കെ, മാത്രമല്ല അവരുടെ സ്കിൽ ആൻഡ് നോളജും വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ പെർഫോമൻസ് എംപ്ലോയീസിന്റെ ഏത് ഓർഗനൈസേഷനിലും മാനേജ് ചെയ്താൽ ഒരുപാട് അതിന് പ്രത്യേകതകളുണ്ട്. അതിന്റെ ഈ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് അതിന്റെ പ്രോസസ്സുകളാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഉപദേശത്തിൽ നോക്കട്ടെ, ഇവിടെ പ്രസന്റേഷൻ വരുന്നില്ല. ഞാനൊന്നേ ടെക്നിക്കൽ ഒന്ന് മീറ്റ് ചെയ്ത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മളുടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ വീക്ഷിക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതിൽ കണ്ടെത്തുന്ന പോരായ്മകളായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, അല്ലെ, ലിമിറ്റേഷൻസും കാണും, അവരുടേതായ അഡ്വാൻറ്റേജസും കാണും. അപ്പൊ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ടായിരിക്കും, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താത്ത എംപ്ലോയീസ് ഉണ്ടാകും. whatever it may be, അതെന്താണോ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ റിവാർഡ് കൊടുക്കുന്നു, അവർക്ക് കൂടുതൽ എന്തെങ്കിലും മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അവരെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നു.
അതേസമയം നമ്മളുടെ എന്താ പറയുക നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താത്ത എംപ്ലോയീസിന്റെ ലിമിറ്റേഷൻസ് കണ്ടെത്തി അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത് എന്നിട്ട് ആ മാനേജ്മെന്റും എംപ്ലോയീസും ഒരുമിച്ച് വർക്ക് ടുഗദർ അല്ലെ, അവര് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് they have to attain the long-term goals of the organization. ഓർഗനൈസേഷന്റെ ആ ദീർഘകാല ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസിന് കുറെ ജോലി റിക്രൂട്ട് ചെയ്ത് വേക്കൻസീസ് ഫിൽ ചെയ്ത് ഇട്ടാൽ മാത്രം പോരാ. സമയാസമയങ്ങളിൽ അവർ ചെയ്യുന്ന ജോലി നമ്മൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണോ, എംപ്ലോയീസിന്റെ പ്രവർത്തനങ്ങളും ഓർഗനൈസേഷന്റെ എന്താ പറയാ റിസൾട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ, ഗുഡ് പെർഫോമൻസ് ആണോ കാഴ്ചവെക്കണേ, ഇതൊക്കെ നോക്കണം. അല്ലാതെ കുറെ ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതല്ല മാത്രമല്ല ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ. കുറെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷൻ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവർക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ they should get some good results in the form of good products, services അല്ലെ. നല്ല റിട്ടേൺ, നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. കുറെ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചാൽ പോരാ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം. അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് ഉത്പാദിപ്പിക്കണം. പ്രോഡക്ട്സ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ അല്ലെ. അപ്പൊ അതൊക്കെ ലക്ഷ്യം വേണമെങ്കിൽ എങ്ങനെയാണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എംപ്ലോയീസ് നമുക്ക് വേണം. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തണം. തീർച്ചയായിട്ടും പോരായ്മകൾ ഉണ്ടാകാം അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറം പെർഫോം ചെയ്യുന്നവരും ഉണ്ടാകാം. രണ്ടാണെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അനുമോദിക്കുകയോ അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുകയോ, കറക്ഷൻസ് ആണെങ്കിൽ അതോ എന്താണെങ്കിലും ചെയ്ത് ഓൾ ടുഗദർ ആ മാനേജ്മെന്റ് എംപ്ലോയീസുമായിട്ടൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ആ ലോങ് ടേം ഗോൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ ആ ലോങ് ടേം ഗോൾസ് ഹൗ ക്യാൻ ബി അച്ചീവ്ഡ്, എങ്ങനെ നമുക്ക് ഓർഗനൈസേഷന്റെ ഈ പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ ഏത് രീതിയിലാണ് നമുക്ക് ഓർഗനൈസേഷന്റെ ആ ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുക. ഇറ്റ് ഈസ് ത്രൂ അത് ഈ പറയുന്ന സ്റ്റെപ്സിലൂടെയാണ്. ആ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രോസസ്സുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ കോച്ചിങ്, ദെൻ റിവ്യൂയിങ്, ദെൻ എന്താ പറയാ ലാസ്റ്റ് വൺ ആക്ഷൻ ആണ്. ഈ 4 സ്റ്റേജസിലൂടെ ഈ പ്രോസസ്സാണ് നമ്മളുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരെ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഏതായിരുന്നു, അത് പ്ലാനിങ് ആണ്. ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്നത് അതിനകത്ത് വീണ്ടും അതിനെ 2-3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല. ഇവിടെ പ്ലാനിങ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡിഫൈനിങ് സ്റ്റേജ് ആണ്. പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ആ പ്ലാനിങ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ് സ്റ്റേജിൽ നിന്നാണ്. അങ്ങനെ വി ഹാവ് ടു ഫോർകാസ്റ്റ്, പ്രീ പ്ലാൻ, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം പല കാര്യങ്ങളും. ഓക്കെ, അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറെ പ്ലാനിങ് ഒക്കെ ഓർഗനൈസേഷൻ ഉണ്ടാകണം. അത് ആ ഓർഗനൈസേഷന്റെ പ്ലാനിങ് ആരൊക്കെ തമ്മിലായിരിക്കും നടത്തുക, ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മറ്റ് മാനേജ്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകൾ മാനേജ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും they have to specify the job, എന്താണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം, അവരുടെ ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസ് എന്താണ്, ഓർഗനൈസേഷന്റെ ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ എന്താണ്, അതിന്റെ കീ ഒബ്ജക്റ്റീവ്സ്, ആ ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. അതിന് മാനേജ്മെന്റും HR കൂടി ഒരുമിച്ചാണ് ആ പ്ലാനിങ്ങിൽ ഉണ്ടാകുന്നത്. അപ്പോ ആ പ്ലാനിങ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻ ദ ഗോൾസ്. അവര് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അറിയാം. എന്താണ് നമ്മുടെ ഇതുകൊണ്ടുള്ള ലക്ഷ്യം, ഈ ഗോൾ എന്താണ്, ആ ഗോൾ എന്താണെന്ന് നേരത്തെ കൂടി മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക. ആ ഗോൾസ് ചിലപ്പോ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലാണ്. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഗോൾസ്, ലക്ഷ്യം, അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. ആ ഫോർമാറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മാർട്ട്, SMART. S for specific, M for measurable, A for attainable, R for relevant and T for time based. ഇങ്ങനെയായിരിക്കണം ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഫോർമാറ്റിലായിരിക്കണം ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന് ഇനീഷ്യേഷൻ എടുക്കേണ്ടത് ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും HR കൂടിയാണ്. ഓക്കെ, അപ്പൊ ഗോൾസ് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സ്മാർട്ട് ഫോർമാറ്റിലാണ്. ഇതിന്റെ ആ പെർഫോമൻസ് മാനേജ്മെന്റില് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ആ ഗോൾസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഏത് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ഏതാണ്? സ്മാർട്ട് ഫോർമാറ്റ് ആണ്. അത് ഓരോ അക്ഷരമുണ്ട്. സ്പെസിഫിക്,
സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ എന്താണ്, ആ ഗോൾ നമുക്ക് മെഷറബിൾ ആണോ, ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനുള്ള അളവ് എന്താണ്, അത് പിന്നെ അച്ചൈനബിൾ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ടൈം ബേസ്ഡ് ആയിട്ട് ഇത്ര സമയം കൊണ്ട് ഗോൾസ്. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ ലക്ഷ്യം ഏതെങ്കിലും കൊല്ലത്തിൽ നേടിയാൽ മതിയോ? അല്ല, അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ പീരീഡിനുള്ളിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണം. ഇപ്പൊ ചില ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ദിസ് മച്ച് പ്രോഫിറ്റ് ഐ ഹാവ് ടു ഏൺ, എന്റെ ബിസിനസ്സിന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? അപ്പൊ ടൈം ബേസ്ഡ് ആയിട്ട്. അപ്പൊ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചൈനബിൾ, റെലവെന്റ് ആൻഡ് ടൈം ബേസ്ഡ്. ഈ ഫോർമാറ്റിലായിരിക്കണം ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. അതാണ് ഡിഫൈനിങ് സ്റ്റേജിൽ പറയുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാം. പ്ലാനിങ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിനകത്ത് വരുന്നതാണ് എന്ത്? ഡിഫൈനിങ് ദ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഡിഫൈനിങ് ദ സ്റ്റേജ് മനസ്സിലായോ? യെസ്. അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. The performance management process starts with the planning stage. Then goals should be clear, done in the smart format. ആ സ്മാർട്ട് ഫോർമാറ്റിന്റെ ഓരോ അക്ഷരവും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. Goals should be clear, done in the smart format, specific, measurable, attainable, relevant and time based. അവിടെ വരെ മതി. ആ രണ്ട് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Then ഇനി പ്ലാനിങ് സ്റ്റേജിൽ സെക്കൻഡ് വൺ ആണ് ഫീഡ്ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക്. See, after completing the planning of that particular stage, planning stage complete ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് എംപ്ലോയീസിനെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. They should have been given some opportunity. അവരുടേതായ കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കൊടുക്കണം എംപ്ലോയീസിന്. നമ്മൾ ഇന്നതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ, ചെറുതും വലുതുമായ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയീസിനെ അറിയിക്കുന്നു. സോ ദാറ്റ് അതിനുശേഷം അവർക്ക് അവരുടേതായ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവർ ചെയ്യട്ടെ. അവർ ചെയ്താലേ നമുക്ക് പെർഫോമൻസിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട് എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കുക. അവരെന്താണോ ചെയ്യേണ്ട ജോലി അത് അവർക്ക് കൃത്യമായിട്ട് അവരുടെ സ്കില്ലും നോളജും ഒക്കെ ഉപയോഗിച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ട് അവരത് ചെയ്ത് ആ ഗോൾ, കമ്പനിയുടെ ഗോൾ എന്താണോ, ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കുക. അവസരം കൊടുക്കാതെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ എംപ്ലോയീസ്. അതിനുള്ള അവസരം ആർക്ക് കൊടുക്കുക? എംപ്ലോയീസിന് കൊടുക്കുക. ഏത് സ്റ്റേജ് കഴിഞ്ഞാൽ? പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നീട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ആർക്കാണ് കൊടുക്കേണ്ടത്? എംപ്ലോയീസിന്. അവരുടെയാണ് ഫീഡ്ബാക്കുകൾ നമുക്ക് എടുക്കേണ്ടത്. അവർ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിലയിരുത്തേണ്ടത്, ഫീഡ്ബാക്ക് എടുക്കേണ്ടത്. നല്ലതായിരുന്നു, സാറ്റിസ്ഫാക്ടറി, കുഴപ്പമുണ്ടായിരുന്നില്ല, വളരെ ബെസ്റ്റ് ആണ്, അല്ലെ, ഹൈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലുകൾ, ഫീഡ്ബാക്കുകൾ നമുക്ക് കൊടുക്കണമെങ്കിൽ എംപ്ലോയീസ് ഹാവ് ടു ബി ഗിവൺ ദെയർ ഓപ്പർച്യൂണിറ്റി. അവരുടെ അവസരം അവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? ഈ പ്ലാനിങ് സ്റ്റേജ്, ഫീഡ്ബാക്ക് സ്റ്റേജ്, പിന്നെ അതുപോലെ തന്നെ അപ്രൂവൽ സ്റ്റേജ്, ഇത് ഫസ്റ്റ് ഒന്നാമത്തേൽ വരുന്നതാണ് കേട്ടോ. പ്ലാനിങ്ങിൽ വരുന്നതാണ് ഡിഫൈനിങ് സ്റ്റേജ്, ഫീഡ്ബാക്ക് സ്റ്റേജ് ആൻഡ് ദ അപ്രൂവൽ സ്റ്റേജ്. അങ്ങനെ ആ സ്റ്റേജസ് ഓരോന്നോരോന്ന് ചോദിക്കേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ കൂടാതെ നമ്മൾ പറയുന്ന അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. രണ്ടാമത്തേത് ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അപ്രൂവൽ സ്റ്റേജ്. സോ അപ്രൂവൽ ആണ് എന്താണ്? അതായത് ടു ഗെറ്റ് ഓർ ടു ഒബ്റ്റെയിൻ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ എന്താ പറയാ റോള് എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യേണ്ട അവരുടെ റോള്, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ആര് എഗ്രി ചെയ്യണം? ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ്. എല്ലാ കൂട്ടരും കൂടി ഒരുമിച്ചാണ് അതിന് സമ്മതിക്കേണ്ടത്. അതാണ് അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയാം. അതായത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നു, അവർക്ക് അവസരം കൊടുക്കുന്നു. ആ ഒരു എഗ്രിമെന്റ് അത് തമ്മിലുള്ളത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ. അപ്പൊ മാനേജ്മെന്റ് അറിയിക്കുകയാണ് ദിസ് മച്ച് സ്റ്റാൻഡേർഡ് യു ഹാവ് ടു റീച്ച്. ഇത്രയും നിങ്ങളിൽ നിന്ന് നമ്മൾ നിലവാരം, നിങ്ങളുടെ പെർഫോമൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് അതിന് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. ആ ഒരു എഗ്രിമെന്റ്, അതാണ് അപ്രൂവൽ സ്റ്റേജ്. അവരെ കൊണ്ട് ചെയ്യാനുള്ള ആ ഒരു അപ്രൂവൽ കൊടുക്കുകയാണ്. നിങ്ങളുടെ പെർഫോമൻസ്
നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കണം എന്നുള്ളത് എഗ്രി ചെയ്ത് അവർക്ക് അതൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുന്നു ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. മാനേജ്മെന്റും എംപ്ലോയീസും എന്ത് ചെയ്യുന്നു, രണ്ടു കൂട്ടരും ഒരുമിച്ച് എഗ്രി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരിക. ഏതൊക്കെയാണ്? ഫീഡ്ബാക്ക്, ഫസ്റ്റ് വൺ ഏതായിരുന്നു? നമ്മളുടെ ഡിഫൈനിങ് സ്റ്റേജ്, രണ്ടാമത്തേത് ഫീഡ്ബാക്ക് സ്റ്റേജ്, ആൻഡ് തേർഡ് വൺ അപ്രൂവൽ സ്റ്റേജ്. ഓക്കെ, അപ്രൂവൽ സ്റ്റേജിലെ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് മാത്രമേ ഉള്ളൂ. മറ്റേത് ആ ഒരു പ്ലാനിങ്ങിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് പ്ലാനിങ് സ്റ്റേജ് ആണ്. നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഓർ ദ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനിങ് സ്റ്റേജ് ആയിരുന്നു. ഈ പ്ലാനിങ് സ്റ്റേജ് നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എന്താ പറയാ, ഒരു എംപ്ലോയീസ് എങ്ങനെ അവർ ഫീൽ ചെയ്യുന്നു, വൈൽ ദേ ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഹൗ ദേ ഫീൽ ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അവരുടെ ഗോൾ എന്താണ്. ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പനിയുടെ ഗോൾ തന്നെയായിരിക്കണം അവരുടെയും ഗോള്. നമ്മുടെ ഓർഗനൈസേഷന് എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ലക്ഷ്യം കൂടി ആയിരിക്കണം. എന്റെ ലക്ഷ്യം കൂടിയാണെന്ന് മനസ്സിലാക്കിയാലാണ് എനിക്കത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്റെ പെർഫോമൻസ് ലെവല് അതനുസരിച്ച് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു ഗാലപ്പ് സ്റ്റഡി, അവിടെ ഒരു ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, എവിഡൻസ് ബൈ ഗാലപ്പ് സ്റ്റഡി. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളുടെ പെർഫോമൻസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി, അതിനെ വിളിക്കുന്ന പേരാണ് ഗാലപ്പ് സ്റ്റഡി. ഗാലപ്പ് സ്റ്റഡിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ദേ ആർ വർക്കിംഗ് ഇൻ സാറ്റിസ്ഫൈഡ് ആൻഡ് enthusiastic മാനർ. ഒരു ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവരവരുടെ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അവരൊക്കെ വളരെ എന്താ പറയാ enthusiastic ആയിട്ട്, വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ വർക്ക് പ്ലേസിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക്. അതാണ് ആ ഒരു പഠനം, അതാണ് ഗാലപ്പ് സ്റ്റഡി. അത് ഉറപ്പുവരുത്തണം. എംപ്ലോയീസ് ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ റിസൾട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, അതുകൂടി മനസ്സിലാക്കുക. എന്താണ് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ enthusiasm. നമ്മൾ കുറെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അവര് ഓക്കെ ആവണം, അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടെ ജോലി ചെയ്യണം. അതാണ് ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗാലപ്പ് സ്റ്റഡി ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് എൻഷുർ ചെയ്തിട്ടുള്ള പെർഫോമൻസ് മാനേജ് ചെയ്യുക. പെർഫോമൻസ് മാനേജ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അവര് എന്താ പറയാ, നിങ്ങൾ നന്നായി ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ പോരായ്മകളുണ്ട്, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ പറയുന്നതല്ലല്ലോ. ആ പറയുമ്പോ നമ്മൾ ഓർക്കണം, വെദർ ദേ ഹാവ് given some good working conditions, അവർക്ക് നമ്മൾ ആ ജോലി ചെയ്യാനുള്ള ചുറ്റുപാടുകളൊക്കെ നന്നായി കൊടുക്കുന്നുണ്ടോ, അവർക്ക് നന്നായി എന്താ പറയാ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ അവസരങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതാണ് ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ സ്റ്റേജിൽ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ ഇതെല്ലാം കൃത്യമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എംപ്ലോയീസിന്റെ ഫീലിങ്സ്, ആ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിന്റെ ഫീലിങ്സ്, അത് എന്താ പറയാ, ഒരു ഉദാഹരണം പറഞ്ഞേക്കട്ടെ, ഏത് രീതിയിൽ അത് എംപ്ലോയീസിന്റെ ഫീലിങ്സ് നമ്മൾ നിറവേറ്റണം? ത്രൂ ഗാലപ്പ് സ്റ്റഡി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. എംപ്ലോയി ഫീൽസ് ദാറ്റ് they are involved in goal setting, an important thing as evidenced by the Gallup study. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടി ലക്ഷ്യം വെക്കണം. എംപ്ലോയീസ് enthusiastic ആയിട്ട് അവരുടെ ജോലിയിൽ ഇൻവോൾവ് ആണ്, അവർക്ക് യാതൊരു രീതിയിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊടുത്തിട്ടല്ല എന്നൊക്കെ ഉറപ്പുവരുത്തുക. ഫസ്റ്റ് മനസ്സിലായോ ഈ 3 സ്റ്റേജ്? ഇനി രണ്ടാമത്തെ പ്രോസസ്സിന്റെ മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ സെക്കൻഡ് പ്രോസസ് ആണ് കോച്ചിങ്. എന്താണ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രെയിനിങ് ആണ് അല്ലെ, അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ നമ്മളുടെ ജോബിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു, ജോബിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗോൾസ് എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് അവർക്ക് പ്രധാനമായിട്ടും എന്ത് കൊടുക്കുക, അവരെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ, അവരെ പ്രചോദിപ്പിക്കാൻ, എന്താ പറയാ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റോപ്പ് എന്നല്ല കേട്ടോ, അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. നിങ്ങളുടെ നോട്ടിൽ സ്റ്റോപ്പ് എന്നാണോ? കോച്ചിങ്ങില് ഫസ്റ്റ് പോയിന്റ് ഓർഗനൈസ് മീറ്റിംഗ്സ് റെഗുലർ ബേസിസില്. നോക്കിയേ, സ്റ്റോപ്പ് എന്നാണോ സ്റ്റെപ്പ് എന്നാണോ? നോക്ക്, സ്റ്റെപ്പാണല്ലോ ഈ വാക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. അടുത്ത പെർഫോമൻസ് മാനേജ്മെന്റിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ നമ്മള് ഗോൾസ് ഒക്കെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക്
എന്താ പറയാ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കോച്ചിങ് ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങൾ. ഈ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ ടു മേക്ക് സം മീറ്റിംഗ്സ് റെഗുലർ ബേസിസിൽ കുറച്ച് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കണം. റെഗുലർ ആയിട്ട് ഇവർ പറയുന്നത് ഒരു റെഗുലർ ബേസിസിൽ നമ്മൾ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ എംപ്ലോയീസിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനും എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീറ്റിംഗ്സ് ഇതുപോലെ കണ്ടക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ഉചിതമായ സമയം എന്ന് പറയുന്നത് മന്ത്ലി മീറ്റിംഗ്സ് എങ്കിലും കണക്ട് എന്താ പറയാ കണ്ടക്ട് ചെയ്യണം. മന്ത്ലി മീറ്റിംഗ്സ് പറ്റില്ല, അത്രയും പറ്റാത്തവരാണെങ്കിൽ മാത്രം ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു 3 മാസം കൂടുമെങ്കിലും ആളുകൾക്ക് കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് റെഗുലർ ബേസിസിൽ കോച്ചിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു മേക്ക് ദം മോർ എന്താ പറയാ മോർ ഡെവലപ്ഡ് ദെയർ സ്കിൽസ് ആൻഡ് നോളജ്. അവരുടെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോച്ചിങ് കൊടുക്കണം. സാധാരണ പറയുന്നത് എന്താ പറയാ മന്ത്ലി കൊടുക്കണം എന്നാണ്, മന്ത്ലി ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. പക്ഷെ അത് പറ്റിയില്ല എങ്കിലാണ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ ടൈംലി ഓർ റെഗുലർ ബേസിസ് കേട്ടോ. സമയാസമയങ്ങളിൽ റെഗുലർ ആയിട്ട് മീറ്റിംഗ്സ് സംഘടിപ്പിക്കുക. ആ മീറ്റിംഗ്സിൽ തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേണ്ട അവരുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആ മീറ്റിംഗിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് മന്ത്ലി എങ്കിലും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്ന് പറയണേ. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ കോച്ചിങ്ങിൽ ഒന്നാമത്തെ മനസ്സിലായോ? യെസ്. മീറ്റിംഗ് ഷുഡ് ബി ക്വസ്റ്റ്യൻ. ആ ഒരു പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി, ഓൾദോ മന്ത്ലി മീറ്റിംഗ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ. ക്വാർട്ടർലി ആയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നാ പറയണെങ്കിലും മീറ്റിംഗ്സ് സംഘടിപ്പിക്കണം. അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് മന്ത്ലി മീറ്റിംഗ്സ് ആണ്. ഇനിയും കോച്ചിങ്ങിൽ വരുന്ന എന്താണ്? പ്രൊവൈഡ് നെസസറി ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആൻഡ് ഓൾസോ സൊല്യൂഷൻസ്. ഇനി എന്താ? ട്രെയിനിങ് കൊടുക്കുക, കോച്ചിങ് കൊടുക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് കൊടുക്കുക. സോ ആഫ്റ്റർ മീറ്റിംഗ്സ്, ഈ മീറ്റിംഗ്സ് ഒരു ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും എംപ്ലോയീസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പറയാ they will get some opportunities. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസോ കോച്ചിങ്ങോ ഒക്കെ കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനൊക്കെ ഒരു അവസരമാണ് കിട്ടുക അല്ലെ? ആ അവസരങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ എന്താ പറയാ പ്യൂനേറ്റീവ് മെഷേഴ്സ് ഫോർ ലാക്ലസ്റ്റർ പെർഫോമൻസ് ഒരു ഭാഗം ഒരു പ്രൈസ് അവിടെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ? അതായത് പെർഫോമൻസ് മോശമായവരെ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, അവരെ ശിക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള റെഗുലർ മീറ്റിംഗ്സ് വെച്ച് അവർക്ക് എന്താ പറയാ വേണ്ടത്ര നിർദ്ദേശങ്ങളോ കോച്ചിങ്ങോ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് പെർഫോമൻസ് മോശമായവരെ പിടിച്ചിട്ടിട്ട് അവരെ പണിഷ് ചെയ്യല്ല. പ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശിക്ഷാർഹമായ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ശിക്ഷാർഹമായ ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിനേക്കാൾ ഉപരി അത്തരം ശിക്ഷാ നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ലാക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിനുള്ള പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിനേക്കാൾ ഭേദം എന്ത് ചെയ്യുക? സമയം കണ്ടെത്തി അവർക്കൊരു കോച്ചിങ് അതുപോലെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് മീറ്റിംഗ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം. ക്ലിയർ ആയോ? പ്രൊവൈഡ് നെസസറി ട്രെയിനിങ് കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസിൽ ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? പ്യൂണിറ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, പ്യൂണിറ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ശിക്ഷാർഹമായത് എന്നർത്ഥം. ലാക്ലസ്റ്റർ എന്ന് പറഞ്ഞത് ആവശ്യത്തിന് എന്താ പറയാ വേണ്ടത്ര നല്ല രീതിയിലുള്ള പെർഫോമൻസ് അല്ലെ? അതായത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലാതെ വരികയും, ലാക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ഇല്ലാത്തതെന്നൊക്കെയാ, മങ്ങിയ ഫെയ്ഡ് ആയിട്ടുള്ള മങ്ങിയാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മങ്ങിയ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിക്കുന്ന ആ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലാത്തൊരവസ്ഥ കേട്ടോ. അങ്ങനെ വരുമ്പോ അവരെ ശിക്ഷിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? അവർക്ക് അവസരം കൊടുക്കുക. അവർക്ക് കോച്ചിങ്, ഈ മീറ്റിംഗ്സിലൂടെ കോച്ചിങ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സോൾവ് ചെയ്യുക. അതിനൊക്കെ മീറ്റിംഗ്സ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോ എന്താ പറയാ എംപ്ലോയീസ് ഈ പറയുന്ന പോലെ അവർക്ക് പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഒക്കെ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാകുകയാണെങ്കിലേ അവര് ചിലപ്പോ എന്ത് ചെയ്യും അറിയാമോ? അവര് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് ഒക്കെ കുറഞ്ഞവരൊക്കെ ചിലപ്പോ ശിക്ഷിക്കുക എന്നുള്ള നടപടികളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവര് ഓണസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മള് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പെർഫോമൻസ് ലെവലില് വളരെ താഴെയാണ്,
അപ്പോൾ ആ പെർഫോമൻസ് ലെവൽ താഴെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ പെർഫോമൻസ് വേണ്ടത്ര കിട്ടാത്തത് കൊണ്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഓണസ്റ്റ് ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു എംപ്ലോയീസിന്. അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുക. ഓണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് നിൽക്കുന്ന എംപ്ലോയീസിനെയാണ് ഓർഗനൈസേഷൻ ആവശ്യം, അല്ലെ? അപ്പൊ എംപ്ലോയീസ് എപ്പോഴും ഓണസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം ടു ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ആയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റിന് ആയിട്ടും എന്ത് ചെയ്യണം, നല്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആണ് വേണ്ടത്. പക്ഷെ സത്യസന്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങളിലേക്ക് ചിലപ്പോഴൊക്കെ പോകും. എങ്ങനെ വരുമ്പോ ഇതുപോലെ അവരുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഇച്ചിരി താഴെ പോകുമ്പോൾ ഡള്ളായി പോകുമ്പോൾ അവരെ ശിക്ഷിക്കുക, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ദ മാനേജ്മെന്റ് ഹാസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ് ടു വിച്ച് ഈസ് റിയലി ഹെൽപ്ഫുൾ ടു ദ ഓർഗനൈസേഷൻ. അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് താഴെ പോകുമ്പോൾ അവർക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുക. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ കോച്ചിങ് എന്ന് പറയുന്ന സ്റ്റെപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോച്ചിങ്ങിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഓർഗനൈസ് മീറ്റിംഗ്സ്, ടൈംലി ആയിട്ട് മീറ്റിംഗ്സ് സംഘടിപ്പിക്കുക, പ്രൊവൈഡ് നെസസറി ട്രെയിനിങ് ഓർ കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ്. ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുത്ത് ആവശ്യത്തിന് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിനെ മുന്നോട്ട് കൊണ്ടുവരിക. The next one, solicit feedback on both sides. Solicit feedback on both sides. എന്താ solicit എന്ന് പറഞ്ഞാൽ? അഭ്യർത്ഥിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. മാനേജ്മെന്റ് ആയിക്കോട്ടെ എംപ്ലോയീസ് ആയിക്കോട്ടെ സത്യസന്ധമായ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. മാനേജ്മെന്റ് എംപ്ലോയീസിനും എംപ്ലോയീസ് തിരിച്ച് മാനേജ്മെന്റിലേക്കും എന്താ പറയാ, ടു ഗിവ് ആൻഡ് റിസീവ് ആണ്. അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് കിട്ടുന്നതും ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളായിരിക്കണം. വെറുതെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അവരെ ആരെയും എന്താ പറയാ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല, അല്ലെ? എന്താ പറയാ പൊക്കി പറഞ്ഞു, അല്ലെ? അങ്ങനെ ആവശ്യമില്ല. സത്യസന്ധമായ രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. പിന്നെ എംപ്ലോയിക്ക് എന്തെങ്കിലും വർക്ക് പെർഫോമൻസിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക, സത്യസന്ധമായിട്ട്. അല്ലാണ്ട് വെറുതെ കുറെ എക്സാജുറേറ്റ് ചെയ്ത്, അല്ലെ, ചെയ്ത് കുഴപ്പമില്ല നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ശരിയാവില്ല. പെർഫോമൻസ് ലെവൽ അപ്പൊ അവർ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇതുവരെ ചെയ്തിട്ട് കുഴപ്പമില്ല എന്നാണ് കേട്ടങ്ങനെ. അപ്പൊ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഉണ്ടാക്കുക എംപ്ലോയീസിന്. സോ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഗിവിംഗ് ഫീഡ്ബാക്കും റിസീവിംഗ് ഫീഡ്ബാക്കും ഇതുപോലെ ആക്കുക. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, അപ്പൊ സോളിസിറ്റ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുകളുടെയും എന്താ പറയാ ഫീഡ്ബാക്കുകൾ അഭ്യർത്ഥിക്കുക. അങ്ങോട്ട് കൊടുക്കുന്നതായിക്കോട്ടെ ഇങ്ങോട്ട്, അങ്ങനെ ആയിരിക്കണം. സോ ദാറ്റ് എംപ്ലോയീസ് ക്യാൻ വർക്ക് ടുഗദർ. അതായത് മാനേജ്മെന്റും ഇവർ തമ്മിൽ വളരെ എന്താ പറയാ ആ ഒരു മൈൻഡ്, അല്ലെ? നമ്മൾ രണ്ടും രണ്ടല്ല, കൊടുക്കുന്ന ഫീഡ്ബാക്ക് സത്യസന്ധമാകുക, ഇങ്ങോട്ട് കിട്ടുന്നതും അതുപോലെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ആയിരിക്കണം. അതല്ലാതെ എന്താ പറയാ അവർക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടികൂടുന്ന അഡോപ്റ്റിംഗ് കോമ്പാരിറ്റീവ് സെൻസ് എന്ന് പറഞ്ഞ പോരാട്ട രീതിയിലുള്ള ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ ഇല്ലാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നതും ഒരേ രീതിയിലുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോ എന്താ പറയാ അങ്ങനെ വരുമ്പോ ഫീഡ്ബാക്ക് ഒരുപാട് പെർഫോമൻസ് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഫീഡ്ബാക്കുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അത് എംപ്ലോയീസും മാനേജ്മെന്റും ഒരുപോലെ സ്വീകരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്. ക്ലിയർ ആയോ ആ പോയിന്റ്? ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. മാനേജ്മെന്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബോത്ത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് വർക്ക് വിത്ത് എംപ്ലോയീസ്. അവര് എംപ്ലോയീസ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ, എംപ്ലോയീസ്.
ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. നാലാമത്തെ റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ്. ഇനി ലക്ഷ്യങ്ങളൊക്കെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക അല്ലെ. നമ്മളൊരു ലക്ഷ്യം ഓൾറെഡി ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്, വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, വൈ ഇറ്റ് ഈസ് ടു ബി ഡൺ, എന്തിനാ പെർഫോമൻസ് മാനേജ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഷുഡ് ബി റീവിസിറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഇടയ്ക്കിടയ്ക്ക് അത് റീവിസിറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ, ആൻഡ് ഇഫ് ദർ ഇസ് എനി കറക്ഷൻസ്, അതിനെന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വരുത്താനുണ്ടോ, ഓക്കെ, കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു റീവിസിറ്റിംഗ് നടത്തിയിരിക്കുകയാണ്. റീവിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാനുകളെല്ലാം ആ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്നുകൂടി ആ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുന്നു. ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ലക്ഷ്യങ്ങള് ഇനി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ അല്ലെ, ലക്ഷ്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് ഒക്കെ എംപ്ലോയീസ് വരുന്നുണ്ടോ, അതിൽ കറക്ഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? As the performance management process carries on, management should revisit objectives to see if corrections should be made. Corrections നടത്തണോ, as well as pay attention to career development opportunities for employees. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടോ, ഇതിനൊക്കെയാണ് പെർഫോമൻസ് പ്രോസസ്സിൽ എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നടത്തേണ്ടത്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യണം ആ സെന്റൻസ് കേട്ടാ. ആദ്യത്തെ സെന്റൻസ് ഒറ്റ സെന്റൻസ് ഉള്ളത് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. Okay, and in this step we can review the performance, overall performance of the employee. ഈ ഒരു സ്റ്റെപ്പില് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് കോച്ചിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തില് ഏകദേശം ഒരു എംപ്ലോയിയുടെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ പറ്റും കോച്ചിങ്ങിലൂടെ. കാരണം കോച്ചിങ് നമ്മൾ കൊടുക്കുന്നു, അവരുടെ അതനുസരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനുശേഷം ഫീഡ്ബാക്കുകൾ എടുക്കുന്നു, വീണ്ടും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ റിവിസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഓവറോൾ പെർഫോമൻസ് എംപ്ലോയീസിന്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹൗ വെൽ ദ പ്രോസസ് ഹാവ് വർക്ക്ഡ്, നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ് എത്രത്തോളം നന്നായി വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് റിവാർഡ്, അതായത് അതിനനുസരിച്ച് പെർഫോമൻസിനനുസരിച്ച് വേണ്ടത്ര റിവാർഡുകൾ എംപ്ലോയീസിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. റിവാർഡ് എന്ന് പറയുന്നത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എൻറ്റയർ പ്രോസസ്. ഈ പറയുന്ന പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഏറ്റവും ആകെ തുക, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് റിവാർഡ് കൊടുക്കലാണ്. പെർഫോമൻസ് മാനേജ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്നവർക്ക് കൂടുതൽ റിവാർഡുകൾ കൊടുത്താൽ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതാണ്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ്. ക്ലിയർ ആയോ ആ ഒരു സെന്റൻസ്? മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റിവ്യൂയിങ് ആണ്. റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുക അല്ലെ. ഒക്കേഷണലി ഇടയ്ക്കിടയ്ക്ക് അവരുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നു. അതൊരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളാണ്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് ചെയ്യിപ്പിക്കുന്നു, പെർഫോമൻസ് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നു, വീണ്ടും നമ്മളത് എന്താ പറയാ റിവിസിറ്റ് ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ റിവിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് അതനുസരിച്ച് അവർക്ക് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു സൈക്ലിക്കൽ പ്രൊസീജിയർ ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അത് തന്നെ വീണ്ടും അതിലേക്ക് എത്തും. അപ്പൊ എന്ത് ചെയ്യണം, പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റോപ്പ് പ്രൊസീജിയർ ആണ്. ഇത് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കണം. അതിലൂടെയാണ് പെർഫോമൻസ് എന്താ പറയാ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ പറ്റും. ആ ഒരു പ്രോസസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കും. ഓരോ ഇയറിൽ അല്ലെ, സമയങ്ങളിൽ വർഷത്തിലെങ്കിലും മൊത്തത്തിൽ ഓവറോൾ ഒരു പെർഫോമൻസ് ലെവല് നമ്മൾ വിലയിരുത്തി അതിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക, നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് വിളിക്കുക. അപ്പോ സോ ദാറ്റ് ഈ പെർഫോമൻസ് അപ്രൈസൽ ഷുഡ് ബി ഡൺ
വൺസ് ഇൻ ഇയർ, അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് വിലയിരുത്തി എംപ്ലോയീസിന്റെ പെർഫോമൻസ് ടൈം ടു ടൈം നമ്മളത് മനസ്സിലാക്കുക. അതാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ വെൽ ദ എംപ്ലോയീസ് ആർ വർക്കിംഗ് ഡ്യൂറിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. ആ ഒരു വർഷത്തിലെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്തായിരുന്നു അത് വിലയിരുത്തുന്നത് തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് മനസ്സിലായോ? At the end of yearly performance management cycle, സൈക്കിളിന്റെ വർഷത്തിന്റെ അവസാനം ആ ഒരു കാലഘട്ടത്തിൽ there should be an employee review. എംപ്ലോയീസിനെ കുറിച്ച് ഒരു റിവ്യൂ നമ്മൾ തയ്യാറാക്കുന്നു. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. വൺസ് ഇൻ എ ഇയർ എങ്കിലും അത് ചെയ്യണം. സോ അങ്ങനെ നമുക്ക് പെർഫോമൻസ് വിലയിരുത്തണമെങ്കിൽ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, അതെങ്ങനെ പോസിബിൾ ആകും? ഇപ്പോ ഈ വർഷം നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ വിലയിരുത്തുന്നു. നമുക്ക് 31st December അതുവരെയുള്ള വിലയിരുത്തലുകൾ നടത്തി. നെക്സ്റ്റ് ഇയർ ദ സെയിം പ്രൊസീജിയർ വിൽ ബി കണ്ടക്ടഡ്. അടുത്ത വർഷവും 31st December ആകുമ്പോൾ വീണ്ടും നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുന്നു. ഈ വില എങ്ങനെ ഇരുത്തും? അത് വിൽ ബി ബേസ്ഡ് ഓൺ സം നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസിൽ നിന്ന്, അതായത് പ്രീവിയസ് ഇയേഴ്സ് പെർഫോമൻസിന്റെ ആ ഒരു റിവ്യൂ, ആ റിസൾട്ട് അത് വെച്ച് ഒത്തു നോക്കിയിട്ടാ കഴിഞ്ഞ ഇയറിൽ നമ്മൾ പെർഫോമൻസ് ലെവല് നോക്കി കഴിഞ്ഞപ്പോ ഇന്ന പർട്ടിക്കുലർ എംപ്ലോയീസ് ഇങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ്, ഇപ്പോഴത്തതും കഴിഞ്ഞ വർഷത്തതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് പ്രോഗ്രസ് ഈസ് ദർ ഇൻ ദ എംപ്ലോയീസ് പെർഫോമൻസ്. അങ്ങനെ അവർക്ക് മനസ്സിലാകും എന്ത് ഓരോ വർഷാവർഷം തീരുന്നതോറും എംപ്ലോയീസിന്റെ പ്രോഗ്രസ്, അതായത് പെർഫോമൻസിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന്. കഴിഞ്ഞ വർഷത്തേക്കാളും പുരോഗമനം ഉണ്ടോ? അല്ല, കഴിഞ്ഞ വർഷത്തെ ഇതിനേക്കാൾ ഭേദം നന്നായി പെർഫോം ചെയ്തിരുന്നല്ലോ, കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ നന്നായി ജോലി ചെയ്തിരുന്നതാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചെക്കിൻസ് ഒക്കെ ചെയ്യാനായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എവറി എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. മനസ്സിലായത്? ഫ്യൂച്ചർ ടാസ്ക് അളക്കാൻ എളുപ്പമാകും. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടെ റെക്കോർഡ് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ലെവല് ഇയാളുടെ 60% റിസൾട്ടാ കിട്ടിയത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നോക്കിയപ്പോ ഇയാള് ഒരു 80% എത്തി. പ്രോഗ്രസ്, തീർച്ചയായിട്ടും ഉയർച്ചയുണ്ട് ആളുടെ പ്രവർത്തനത്തിലും ജോലിയിലും ഒക്കെ, അല്ലെ? അപ്പൊ നമുക്കത് ആ റെക്കോർഡ് തമ്മിൽ കമ്പയർ ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മള് കൃത്യമായിട്ട് റെക്കോർഡ്സ് ആയിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്ത് എന്താ പറയാ എംപ്ലോയീസിനെ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ആ പെർഫോമൻസ് താഴെ പോയിരുന്ന എന്തെങ്കിലും വിശദീകരണമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതിന് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും അസസ്മെന്റ് നടത്താൻ, പെർഫോമൻസ് അസസ്മെന്റ്. അപ്പോ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. There should be a clear record from previous check-ins to show the employee's progress throughout the year. ഒറ്റ സെന്റൻസിലും ഇത് കാര്യമുണ്ട്. ഒറ്റ വർഷം അദ്ദേഹം എന്താണ് എംപ്ലോയിയുടെ പ്രോഗ്രസ്, അതിന്റെ സ്കില്ല്, പെർഫോമൻസ് ഒക്കെ എത്രത്തോളം വർദ്ധിച്ചു എന്ന് നേരത്തെയുള്ള പ്രീവിയസ് റെക്കോർഡ്സിൽ നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ക്ലിയർ റെക്കോർഡ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? പറയൂ. ഓക്കെ, യെസ്. അടുത്തത് റിവ്യൂയിങ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റിനെ റിവ്യൂ ചെയ്യാണ്. അടുത്തത് പെർഫോമൻസ് റിവ്യൂയിങ് എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. റിവ്യൂയിങ്, എംപ്ലോയി പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഒരു പ്രോസസ് മാനേജ്മെന്റ് തയ്യാറാക്കും. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ദ മാനേജ്മെന്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ നോ ഓർ ഐഡന്റിഫൈ ഹൗ വെൽ ഇറ്റ് വർക്ക്ഡ്. ഇവരുടെ ഈ റിവ്യൂയിങ് പ്രോസസ് എത്രത്തോളം നന്നായി പ്രവർത്തിച്ചു. എംപ്ലോയീസും അതുപോലെ തന്നെ മാനേജ്മെന്റും ബോത്ത് രണ്ട് കൂട്ടരും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടു കൂട്ടരും ഒരുമിച്ചുള്ള ഈ ഒരു പ്രവർത്തനം എത്രത്തോളം അത് സക്സസ് ആയി, എത്രത്തോളം പുരോഗമിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളത് കമ്പയർ ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു. അതിനു വേണ്ടിയിട്ട് അത്തരം കമ്പാരിസണ് ദേ ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ്. അതിനു വേണ്ടിയിട്ട് അവിടെ എന്താ പറയാ ചില ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടൊക്കെ ചോദിക്കാം. പരസ്പരം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം കണ്ടെത്താം ഈ പെർഫോമൻസ് ലെവൽ എത്രത്തോളം അവര് അസസ് ചെയ്തു, അത് റിവ്യൂ ചെയ്തതിൽ നിന്ന് കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ ഈ ചോദ്യത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? ഒന്ന്, വാട്ട് ട്രെയിനിങ് വുഡ് ഹാവ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവരെ കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റാം.
എന്നുവെച്ചാൽ കൊടുത്തേക്കുന്ന ട്രെയിനിങ് രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും അപാകത ഉണ്ടായിരിക്കാം. ഇനി ഏതെങ്കിലും വേറെ രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എംപ്ലോയീസിന് ടു മേക്ക് ദം ബെറ്റർ, കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ? കണ്ടോ, ആ ചോദ്യം ചോദിക്കുക. അപ്പൊ അതിന് ഉത്തരം കണ്ടെത്തണം. ശരി, ഈ ട്രെയിനിങ് രീതി ഒന്ന് മാറ്റി പിടിക്കാം. അപ്പൊ ഈ രീതി പോരാ, ഈ രീതിയിൽ കൊടുത്തിട്ട് അവർ എത്ര അങ്ങോട്ട് നമ്മള് ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സോ വി ഹാവ് ടു അഡോപ്റ്റ് സം അതർ മെത്തേഡ് ഓഫ് ട്രെയിനിങ്, വേറെ ഏതെങ്കിലും രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിനെ കൂടുതൽ ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് ഉത്തരം കണ്ടെത്തണം. ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇതിനൊരു ആൻസർ വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആൻസർ ആയിരിക്കും നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് വൺ, ഹൗ ഡിഡ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക് ഹെൽപ്പ്, ഇഫ് നോട്ട് വൈ? നമ്മൾ അവരുടെ പെർഫോമൻസ് ഒക്കെ റിവ്യൂ ചെയ്തു ആൻഡ് വി ഹാവ് ഗിവൺ ദം സം ഫീഡ്ബാക്ക്. അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. ആ ഫീഡ്ബാക്ക് എത്രത്തോളം അവരെ സഹായിച്ചു? നമ്മൾ കൊടുത്ത ഫീഡ്ബാക്ക് കൊണ്ട് വല്ല ഗുണമുണ്ടായോ എന്ന് പെർഫോമൻസ് നോക്കി അവർക്ക് ഫീഡ്ബാക്ക് അറിയിച്ചു. പക്ഷെ ആ പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായോ? ഇഫ് നോട്ട്, അഡ്വാൻറ്റേജ് ഉണ്ടായില്ല, നേട്ടം ഉണ്ടായില്ല, വലിയ പുരോഗമനം ഒന്നും ഉണ്ടായില്ല. ഫീഡ്ബാക്ക് നോക്കി പെർഫോമൻസ് മാനേജ് ചെയ്തു, പക്ഷെ ഒരു പുരോഗമനമില്ല. വൈ? എന്താണ് അതിന്റെ കാരണം? റീസൺ കണ്ടെത്തണം. മനസ്സിലായി? ഇതിനൊക്കെ ഉത്തരമാണ് വേണ്ടത്. ഓക്കെ. Then, were personal and organizational objectives met? ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത എംപ്ലോയീസിന്റെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യവും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യവും നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയോ, മീറ്റ് ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ലെങ്കിൽ വൈ? എന്തുകൊണ്ട്? ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ മാനേജ് ചെയ്തു, അവർക്ക് യാതൊരു രീതിയിലും വ്യക്തിപരമായ വളർച്ച ഉണ്ടായില്ല, ഓർഗനൈസേഷന്റെ ലക്ഷ്യവും നേടിയെടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പറ്റിയെങ്കിൽ പറ്റി, ഓക്കെ, കുഴപ്പമില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ റീസൺ പറയേണ്ട ആവശ്യമില്ല. അവർ നന്നായി പെർഫോം ചെയ്തു, കിട്ടിയ ട്രെയിനിങ്ങും അവരുടെ പെർഫോമൻസ് മാനേജ്മെന്റും ഒക്കെ നന്നായി സക്സസ്ഫുൾ ആയി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതല്ല എങ്കിലാണ് എന്തുകൊണ്ട് അത് പറ്റിയില്ല, സാധിച്ചില്ല. ഹൗ കുഡ് ദ പ്രോസസ് ബി മെയ്ഡ് ബെറ്റർ? ഇനിയും പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് നമുക്ക് കുറച്ചും കൂടി നന്നായി എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്ത മാനേജ്മെന്റ് പ്രൊസീജിയർ അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല, ഇനി ഇതിൽ കൂടുതൽ നന്നായി നമുക്ക് എങ്ങനെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റും? വാട്ട് ചലഞ്ചസ് ഡിഡ് ദ എംപ്ലോയി ഫേസ്? ചലഞ്ചർ അല്ല, ചലഞ്ചസ്. എന്തൊക്കെ ചലഞ്ചസ് ആണ് എംപ്ലോയീസ് അവരുടെ പെർഫോമൻസിന്റെ സമയത്ത് ഫേസ് ചെയ്തിരിക്കുന്നത്? അവരുടെ പെർഫോമൻസിന് ഹിൻഡറൻസ് ആയിട്ട് നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന പല ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. ആ ചലഞ്ചസ് എന്താണ്, എന്തൊക്കെയായിരുന്നു അവർ ഫേസ് ചെയ്തത്? ആൻഡ് വാസ് ദ ടൈം സ്പെൻഡ് ഓൺ ദിസ് പ്രോസസ് ഇഫക്റ്റീവ്? ഈ പെർഫോമൻസ് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ എന്താ പറയാ നമ്മൾ സ്പെൻഡ് ചെയ്ത, ചെലവാക്കിയ സമയം അത് സക്സസ്ഫുൾ ആയിരുന്നോ, ഇഫക്റ്റീവ് ആയിരുന്നോ? ഇത്രയും കുറെ സമയം നമ്മൾ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു, ഒത്തിരി സമയം നമ്മൾ അതിനു വേണ്ടി ചെലവാക്കി, പാഴാക്കി, സമയവും സന്ദർഭമൊക്കെ പാഴാക്കി. പക്ഷേ വാസ് ഇറ്റ് ഇഫക്റ്റീവ്? ആ സമയം നഷ്ടത്തിന് നമുക്ക് അതിനുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് റിവ്യൂയിങ്, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ റിവ്യൂവിൽ നമ്മൾ ഉൾപ്പെടുത്തി സ്വന്തമായി ഉത്തരം കണ്ടെത്തേണ്ടത്. ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ, ചോദ്യത്തിന് ഉത്തരം കൂടി വേണം. ക്ലിയർ ആയോ? റിവ്യൂയിങ്ങിൽ വരുന്നതാണ് റിവ്യൂയിങ് എംപ്ലോയി പെർഫോമൻസ്, റിവ്യൂയിങ് മാനേജ്മെന്റ് പെർഫോമൻസ്. മാനേജ്മെന്റ് പെർഫോമൻസിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടാ. മറ്റേത് എംപ്ലോയീസിനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. മാനേജ്മെന്റിന്റെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ റിവ്യൂ ആണ്. ആ റിവ്യൂവിലാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മാനേജ്മെന്റ് എന്ന സ്വന്തമായിട്ട് ഇതിന് ഉത്തരം കണ്ടെത്തുക. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും സക്സസ്ഫുള്ളി പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ അവിടെ വരെ? ആ റിവ്യൂയിങ്ങിന്റെ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുമോ? റിവ്യൂയിങ്
വായിച്ചോ? ഓക്കെ. ഓക്കെ, ഇത്ര വരെ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് വായിച്ചൊക്കെ പഠിച്ചിട്ട് വരിക കേട്ടാ. വെച്ച് നിർത്താണ്. അടുത്ത പോയിന്റ് ഇനി പറഞ്ഞു വരുമ്പോ ഇതായി പോകും. അപ്പൊ ഇത്ര വരെ നിർത്താണ്. അപ്പൊ തേർഡ് പോയിന്റ് തുടങ്ങി അടുത്ത ദിവസം, അതായത് റിവ്യൂയിങ്ങിലെ തേർഡ് പോയിന്റ് ആണ് കേട്ടാ. സെക്കൻഡ് പോയിന്റ് വരെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, യെസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു.